ന്യൂ പാത്വേ നമുക്ക് ഈ വർഷം തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, നമ്മുടെ പ്ലസ് ടു നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സേ എക്സാം കേരള ബോർഡ് തന്നെ സേ എക്സാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പൈസ കൊടുത്താൽ തന്നെ അത് നിങ്ങൾക്ക് കിട്ടി. അത് എഴുതിയെടുത്ത് അവിടെ കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിന് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. മാത്രമല്ല വേറൊരു ബോർഡിക്ക് വരേണ്ട കാര്യമില്ല. ആ ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ജയിക്കാനുള്ള ക്ലാസ്സുകളാണ്. ആ ഒരു കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്തോ. കേരള ബോർഡിൽ എഴുതി അത്ര ടഫിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഉള്ളതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊന്നും ഒരുപാട് സീറ്റുകൾ ഉണ്ടാവില്ല. കാരണം നമ്മളിത് അഡ്മിഷൻ തുടങ്ങി നമ്മുടെ NUSത്തെ കുട്ടികൾക്ക് തന്നെ നമ്മൾ ബയോളജി അല്ലെങ്കിൽ മാത്സ് ഏതെങ്കിലും ഈ 3 വിഷയം മാത്രം എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് സയൻസ് സർട്ടിഫിക്കറ്റ് ആയി. പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനി പ്രായം മറന്ന് SSLC പ്ലസ് 2 നേടിയെടുക്കാം. അതും വെറും 6 മാസം കൊണ്ട്. ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു കേരള ബോർഡിന്റെ റിസൾട്ട് വന്ന് ഫെയിലായ കുട്ടികളൊക്കെ സേ എക്സാമിനേഷൻ കൊടുത്തിരുന്നു. സേ എക്സാമിനേഷൻ റിസൾട്ട് കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സേ എക്സാം റിസൾട്ട് എപ്പോഴാണ് വരിക, ആ റിസൾട്ട് വന്നാലും ഞാൻ തോറ്റു പോകും സാർ, അപ്പോൾ എനിക്ക് ഈ വർഷം തന്നെ ഈ പ്ലസ് ടു ഒക്കെ പാസ്സാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കുട്ടികളോട് സേ എക്സാം റിസൾട്ട് വരട്ടെ, അതിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കിനി വേറെ റിസ്ക് ഒന്നുമില്ല, നമുക്ക് നേരെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഈ വർഷം തന്നെ ഡിഗ്രിക്കും മറ്റുള്ളവരും പോകാൻ പറ്റും. അപ്പോൾ ഈ തോൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു സേ എക്സാമിന്റെ റിസൾട്ട് എന്ന് വരും ചോദിച്ചതിനുള്ള മറുപടിയാണ് ഇന്ന് സേ എക്സാമിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. സേ എക്സാമിൽ കുട്ടികൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കുട്ടികൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളതൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത് സേ എക്സാം റിസൾട്ട് വന്നിട്ട് ഫെയിലായ കുട്ടികൾക്ക്, അതായത് ഈ വർഷം പ്ലസ് ടു സേ എക്സാം എഴുതി തോറ്റ കുട്ടികൾക്ക് ഇനി ഒരു വർഷം നഷ്ടപ്പെടുത്താതെ അവർക്ക് എങ്ങനെ എളുപ്പത്തിൽ പ്ലസ് ടു കരസ്ഥമാക്കാൻ പറ്റും, സർട്ടിഫിക്കറ്റ് എങ്ങനെ നേടാൻ പറ്റും, അതും ഈ ഒരു 1 to 2 months ഉള്ളിൽ തന്നെ നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നേടാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. പ്ലസ് ടു സേ എക്സാമിനേഷന്റെ റിസൾട്ട് വന്ന് തോറ്റു പോയിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ 1 വിഷയമോ 2 വിഷയമോ 3 വിഷയം എത്ര വിഷയങ്ങൾക്കാണ് തോറ്റുപോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ആ ഒരു വർഷം നഷ്ടപ്പെടുത്താതെ ഇനി അങ്ങോട്ട് അടുത്തൊരു കൊല്ലം വെയിറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു വർഷം പോലും നമുക്ക് നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റും. ഒരു പ്രശ്നമല്ല. നമ്മളെ കേരള ബോർഡിൽ തോറ്റുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അതിന്റെ ഓപ്ഷൻ ഉണ്ട്, ഞാൻ മുന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികളാണ് എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നിങ്ങൾക്ക് തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളത് എല്ലാവരും കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അത് ചെയ്യാനുള്ള ഒരു അവസരം, അതായത് നമ്മുടെ ബാച്ചുകളൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല, ലാസ്റ്റ് ഘട്ടത്തിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് എന്തൊക്കെയാണ് ആ ഓപ്ഷൻസ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തുതരാം. മക്കളെ പ്ലസ് ടു സേ എക്സാം റിസൾട്ട് വന്ന് തോറ്റ കുട്ടികളാണെങ്കിൽ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ വിഷമടിച്ച് നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്ന കുട്ടികളുണ്ടാവും. ഈ വീഡിയോ അവർക്കുള്ളതാണ്. ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇറ്റ്സ് എ ഹോപ്പ്, ഇറ്റ്സ് എ ന്യൂ പാത്വേ. നമുക്ക് ഈ വർഷം തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും. അപ്പോൾ നോക്കുക, നമ്മുടെ പ്ലസ് ടു സേ എക്സാം ഫെയിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് സർട്ടിഫിക്കറ്റ് ഈസിലി ദിസ് ഇയർ. 2025 തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റും. അതിന് നിങ്ങൾ പ്ലസ് 1 ഫുൾ ഇനി പഠിക്കേണ്ട ആവശ്യമില്ല. പ്ലസ് 1 പ്ലസ് 2 2 വർഷം പഠിക്കേണ്ട ആവശ്യമില്ല. വെറും 2 മാസം അല്ലെങ്കിൽ 1 മാസം 2 മാസം 3 മാസം 1-2 മാസം കൊണ്ട് നമുക്ക് നേടാൻ പറ്റും. അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. നോക്കൂ, നമ്മുടെ NIOS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിൽ നമ്മുടെ അഡ്മിഷന്റെ അവസാന ഘട്ടത്തിലാണ് ഓൺ ഡിമാൻഡും സ്ട്രീം 2ഉം സ്ട്രീം 1ഉം കിടക്കുന്നത്. സോ ഓൺ ഡിമാൻഡ് നമുക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 month ആയി അഡ്മിഷന്. പക്ഷേ നമ്മുടെ സേ എക്സാമിന്റെ റിസൾട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ആദ്യം പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എടുക്കരുത്. കാരണം ഇപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സേ എക്സാം കേരള ബോർഡ് തന്നെ സേ എക്സാം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പൈസ കൊടുത്താൽ തന്നെ അത് നിങ്ങൾക്ക് കിട്ടി. അത് എഴുതിയെടുത്ത് അവിടെ കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇതിന് വെറുതെ പൈസ കളയേണ്ട ആവശ്യമില്ല. മാത്രമല്ല വേറൊരു ബോർഡിക്ക് വരേണ്ട കാര്യമില്ല. അപ്പോൾ അത് നോക്കൂ എന്ന് പറഞ്ഞു. നിങ്ങളുടെ സേ എക്സാം റിസൾട്ട് വന്നിട്ട് നിങ്ങൾ തോറ്റു പോയി ടെൻഷൻ അടിക്കേണ്ട, തിരിച്ചു വന്നാൽ മതി. അല്ലാതെ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള കുട്ടികളോട് ഞാൻ ഒരിക്കലും ഇപ്പോൾ ഈ ഒരു പ്ലസ് ടു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫെയിൽ ആയ കുട്ടികളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സേ എക്സാമിന് എഴുതി നോക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ ക്ഷമ കഴിഞ്ഞു, അവർ നോക്കി ആ റിസൾട്ട് വന്നപ്പോൾ തോറ്റുപോയി എന്ന് പറയുന്ന കുട്ടികൾക്കാണ് പറയുന്നത് മക്കളെ ഇനി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 2 months കൊണ്ട് നമുക്ക് ഈ ഒരു ഓൺ ഡിമാൻഡ് ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഓൺ ഡിമാൻഡ് പറഞ്ഞാൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യാണ്. ഈ വരുന്ന ജൂലൈ, അതായത് ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജൂലൈയിൽ നമുക്ക് എക്സാം നടന്നു, നമ്മൾ കുട്ടികളൊക്കെ ഈ ആഴ്ചയിലൊക്കെ എക്സാം എഴുതുന്നുണ്ട്. സോ ഈ ഒരു ജൂലൈയിൽ ഇപ്പോൾ ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജൂലൈ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓഗസ്റ്റിൽ ഡേറ്റ് അവൈലബിൾ ആണ്, സെപ്റ്റംബറിൽ ഡേറ്റ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഡേറ്റ് ചൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ആ തോറ്റുള്ള വിഷയങ്ങളൊക്കെ ഇവിടുന്ന് എഴുതിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതാണ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് NIOSന്റെ ഓൺ ഡിമാൻഡ് നമ്മുടെ പ്ലസ് ടു തോറ്റ കുട്ടികൾക്ക്, അതിപ്പോൾ സയൻസ്, കൊമേഴ്സ്,
കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീമിൽ തോറ്റ കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ തോറ്റു പോയിട്ടുള്ള വിഷയങ്ങൾ എഴുതാം, ജയിച്ചിട്ടുള്ള 2 വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് 3 വിഷയങ്ങൾ മാത്രം നമുക്ക് ഇതിൽ എഴുതി കൊടുത്താൽ മതി. ഓൺ ഡിമാൻഡിൽ നമുക്ക് TOC ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ. നിങ്ങളുടെ കേരള ബോർഡിൽ നിങ്ങൾ ജയിച്ച വിഷയങ്ങൾ നമ്മൾ NAOസിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ തോറ്റ വിഷയങ്ങൾ മാത്രം നമുക്ക് ഇവിടെ എഴുതാനുള്ള സംവിധാനം. 2 സബ്ജക്ട് ട്രാൻസ്ഫർ ചെയ്തു, 3 സബ്ജക്ട് എഴുതും എന്നുള്ളതാണ് നമ്മുടെ ഓൺ ഡിമാൻഡ് ഓപ്ഷൻ. ഈ ഒരു ഓൺ ഡിമാൻഡ് ഓപ്ഷൻ തന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആണോ, ഈ ഓഗസ്റ്റ് നിങ്ങൾ പരീക്ഷ ചെയ്താൽ വെറും 1 മാസം കൊണ്ട് നമുക്ക് ഇത് എഴുതാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി ഈ ഒരു പഠിച്ച ടച്ച് നിൽക്കുന്ന ആളുകളാണ്. അവിടെ കേരള ബോർഡ് നിങ്ങൾ തോറ്റു പോയിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് ഈസിയാണ്, കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതിനുള്ള ക്ലാസ്സുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓൺ ഡിമാൻഡിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ നൽകും. ആ ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ക്ലാസ് എന്ന് പറയുമ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ജയിക്കാനുള്ള ക്ലാസ്സുകളാണ്. ആ ഒരു കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്തോ. കേരള ബോർഡിൽ എഴുതി അത്ര ടഫിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല, കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓൺ ഡിമാൻഡ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ നമുക്ക് അടുത്തൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളതാണ് സ്ട്രീം 2. സ്ട്രീം 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് പേര് നോക്കണ്ട, ഈ സ്ട്രീം 2 എന്ന് പറയുന്നത് തോറ്റ കുട്ടികൾക്ക് ഈ ഒക്ടോബറിൽ പരീക്ഷ എഴുതാൻ പറ്റും. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ഒക്ടോബറിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ഈ ഒക്ടോബറിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് +2 പാസ്സാകാൻ പറ്റും. ഇവിടെ വേണ്ടോ, ഓഗസ്റ്റിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതുകയാണെങ്കിൽ ഈ വർഷം തന്നെ +2 പാസ്സാകാൻ പറ്റും. സെപ്റ്റംബറിൽ എഴുതാണ് ഈ വർഷം തന്നെ +2 പറ്റും. പക്ഷേ ഓൺ ഡിമാൻഡ് ഈ 2 മാസങ്ങളിൽ അതും ഡേറ്റ് ഉള്ളതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊന്നും ഒരുപാട് സീറ്റുകൾ ഉണ്ടാവില്ല. കാരണം നമ്മളിത് അഡ്മിഷൻ തുടങ്ങി നമ്മുടെ NAOSത്തെ കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ട് ആ ഒരു സീറ്റുകളൊക്കെ ഏകദേശം 10-15 സീറ്റുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ പെട്ടെന്ന്, അതായത് ഇപ്പം സേ എക്സാം റിസൾട്ട് ഒക്കെ വന്ന കുട്ടികൾ ഇനിയിപ്പോൾ ഒരു വർഷം നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾ വേഗം തന്നെ ഓൺ ഡിമാൻഡ് സീറ്റ് എടുത്ത് ബുക്ക് ചെയ്തോളൂ മക്കളെ. സ്പോട്ട് രജിസ്ട്രേഷൻ ആണ്. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറ്റ് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഒക്കെ അവിടുന്ന് കിട്ടും. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഡേറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. സോ ഓൺ ഡിമാൻഡ് എടുക്കുന്ന കുട്ടികൾക്ക് സമയമില്ല, പെട്ടെന്ന് തന്നെ നോക്കുക. ഇതിന് നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. ഓക്കെ, സോ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രീം 2 ആണ്. അതായത് ഒക്ടോബറിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ. ഒക്ടോബറിൽ പരീക്ഷ എഴുതാണെങ്കിലും നമുക്ക് ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ അവൈലബിൾ ആണ്. തോറ്റിട്ടുള്ള 3 വിഷയങ്ങൾ നമുക്ക് എഴുതാം, ജയിച്ച 2 വിഷയങ്ങൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. അത് നമ്മൾ ഇനി എഴുതേണ്ട ആവശ്യമില്ല. സോ നിങ്ങളുടെ കേരള ബോർഡിൽ നിന്ന് ആ ഒരു ജയിച്ച വിഷയങ്ങൾ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ +2 ഫുൾ സബ്ജക്ട് തോറ്റ കുട്ടികളാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് ഫുള്ളായിട്ട് എഴുതാൻ പറ്റും. ഒരു വട്ടം പരീക്ഷ എഴുതി തോറ്റിരിക്കണം. ഈ ഒരു ഓൺ ഡിമാൻഡിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ +2 സേ എക്സാം അല്ലെങ്കിൽ +2 എക്സാം ഒരു വട്ടം തോറ്റിരിക്കണം എന്നുള്ളതാണ് നിയമം. അതേപോലെ സ്ട്രീം 2 നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒരു വട്ടം +2 തോറ്റവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്നത് അധികം സേ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടും തോറ്റു നിൽക്കുന്ന കുട്ടികൾ. ഇപ്പോൾ ഈ 2025 സേ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടും തോറ്റുപോയി, ഇനി എന്താ ചെയ്യാൻ പറ്റുക, ഒരു വർഷം കാത്തിരിക്കണമല്ലോ, എൻ്റെ ഒരു വർഷം പോകുമോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷം എവിടേക്കും പോകില്ല, അത് അവിടെ തന്നെ ഉണ്ട്. ഈ വർഷം തന്നെ 2025 തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും, ലഭിക്കും എന്ന് പറയുന്നതാണ് നമ്മുടെ ഓൺ ഡിമാൻഡ് സ്ട്രീം 2. സോ സ്ട്രീം 2 നമുക്ക് ഒക്ടോബറിലാണ് പരീക്ഷ നടക്കുന്നത്. സോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് ജയിച്ച വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് തോറ്റ വിഷയങ്ങൾ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും അല്ല, നമുക്ക് കുറച്ച് ടൈം എടുത്ത് എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഏപ്രിൽ 2026 ഏപ്രിൽക്ക് 6 മാസം കൊണ്ട് നമുക്ക് +2 നേടുന്ന സ്ട്രീം 1ന്റെ അഡ്മിഷനും ഏകദേശം ക്ലോസിംഗ് ആയിട്ടുണ്ട്. ഇതും നമ്മൾ തുടങ്ങിയിട്ട് 2-2.5 മാസമായി അഡ്മിഷൻ തുടങ്ങിയിട്ട്. സോ അതിലോട്ടും നിങ്ങൾക്ക് വരാം. അതിൽ വരുമ്പോഴും നിങ്ങൾക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ അവൈലബിൾ ആണ്. തോറ്റ വിഷയങ്ങൾ എഴുതിയാൽ മതി, ജയിച്ച വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ തോറ്റ വിഷയങ്ങൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ +2 പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ സയൻസ് എടുത്ത കുട്ടികൾ, കോമേഴ്സ് എടുത്ത കുട്ടികൾ, ഈ ഒരു കാറ്റഗറിയിലായിരിക്കും നിങ്ങളുടെ റിസൾട്ട് എടുക്കുക. സോ ഇതിൽ എത്ര വിഷയങ്ങൾ തോറ്റു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ഈ ഒരു +2 സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓൺ ഡിമാൻഡ് എടുക്കുക. ഓൺ ഡിമാൻഡ് സീറ്റ് വളരെ കുറവാണ്. സോ ആ ഓൺ ഡിമാൻഡ് നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക, ഇന്ന് തന്നെ അത് സ്പോട്ട് രജിസ്റ്റർ ചെയ്യുക. സോ ദാറ്റ്സ് ഫൈൻ. അതല്ല നിങ്ങൾക്ക് ഒക്ടോബറിൽ മതിയെങ്കിൽ 3 മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് മതിയെങ്കിൽ നമുക്ക് ഒക്ടോബർ, ഇതിപ്പോൾ ഏതാ മാസം, ജൂലൈ ലാസ്റ്റ് ആണ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 3ാമത്തെ മാസം നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ഈ ഒരു ഓൺ ഡിമാൻഡ് ആണെങ്കിൽ നമുക്ക് 2025 +2 പാസ്സാകാൻ പറ്റും. ഈ ഒരു സ്ട്രീം 2 ആണെങ്കിൽ 2025 +2 പാസ്സാകാൻ പറ്റും. അതല്ല എനിക്കൊന്ന് പഠിച്ചിട്ടൊക്കെ എഴുതണമെന്നുണ്ട് സാറേ എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്ട്രീം 1ലോട്ട് പോവുക. അതിൻ്റെ എക്സാം നമുക്ക് വരുന്ന അടുത്ത വർഷമാണ്. അത് 6 മാസത്തെ കോഴ്സാണ്, 6 മാസം സമയം എടുക്കും. സോ 2026 പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുക. സോ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ തോറ്റ വിഷയങ്ങൾ എഴുതിയിട്ട് ഇവിടെ പാസ്സാവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു NAOS യൂസ് ചെയ്യാൻ പറ്റും. NAOS എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ്. കേന്ദ്ര ഗവൺമെന്റ്, കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് കീഴിൽ നടത്തുന്ന NAOS എക്സാമിനേഷൻ ഈസ് വാലിഡ്, ഗ്ലോബലി വാലിഡ് ആണ്. ഇത് ഗവൺമെന്റ് സർട്ടിഫിക്കേഷൻ ആണ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് കൊടുക്കാം. അടുത്ത നീറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് PSC, UPSC ഒക്കെ, RRB, SSC അതല്ലെങ്കിൽ നിങ്ങൾക്ക് കേരള PSC ഏത് മേഖലയ്ക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കോളേജുകളിൽ പോയി പഠിക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈക്വലൻസ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ്, ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആണ്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഒരു 1 മാസം കൊണ്ട് 2 മാസം 3 മാസം കൊണ്ട് കിട്ടും സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും പ്രൈവറ്റ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു വാല്യൂ ഇല്ലാത്ത, അംഗീകാരമില്ലാത്ത ഏതെങ്കിലും പേപ്പർ കഷ്ണം എടുത്ത് പോരരുത്. എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ്. അത് നോക്കൂ, NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് കണ്ടോ, ലോഗോ ഉണ്ടോ, ഇതുണ്ടോ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റിയും ക്രെഡിബിലിറ്റിയും ഉണ്ടാവും. അതല്ലാതെ ഏതെങ്കിലും
തട്ടിക്കൂട്ട് സർട്ടിഫിക്കറ്റ് ആരെങ്കിലും ഒരു മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ തരാമെന്ന് പറഞ്ഞാൽ പൊന്നു മക്കളെ ദയവ് ചെയ്ത് ഇനി പോകാൻ നിൽക്കരുത്. എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം. നമുക്ക് അതുകൊണ്ട് ഭാവിയിൽ എല്ലാ മേഖലയ്ക്കും ഉപയോഗിക്കാൻ പറ്റണം. സോ അങ്ങനെയുള്ള സർട്ടിഫിക്കേഷൻ ആണ് NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൽ മക്കളെ. അപ്പോൾ +2 സേ എക്സാം എഴുതി തോറ്റുള്ള എൻ്റെ കുട്ടികൾ, നിങ്ങൾ എന്തിനാ വിഷമിക്കണം? ഞാൻ അവിടെ അല്ലേ, എൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളൂ. സോ എവരി വൺ കം. +2 തോറ്റ കുട്ടികളാണെങ്കിൽ എല്ലാവരും വന്നിട്ട് ഈ ഒരു ഓൺ ഡിമാൻഡോ അതല്ലെങ്കിൽ സ്ട്രീം 2 അല്ലെങ്കിൽ സ്ട്രീം 1 നിങ്ങൾ ഈ പറഞ്ഞ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നിങ്ങൾ പരീക്ഷ അപ്ലൈ ചെയ്ത് പരീക്ഷ നമ്മളെല്ലാവരും കൂടി ഒപ്പിരുന്ന് പഠിക്കുന്നു, നമ്മളത് പാസ്സാവുന്നു. ഇപ്പം തോറ്റു എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ അടുത്ത മാസം തന്നെ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടോ നമ്മൾ അതിൻ്റെ ബ്രാൻഡിങ്ങിനെ മാറ്റും. നമ്മൾ ജയിച്ചു, വി ആർ +2 ഗ്രാജുവേറ്റ് എന്നുള്ള അല്ലെങ്കിൽ +2 പാസ്ഡ് എന്നുള്ളത് നമ്മൾ അതിലോട്ട് മാറ്റാൻ പറ്റും. സോ +2 തോറ്റ കുട്ടികൾ, സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീമിലായിക്കോട്ടെ, നമ്മൾ തോറ്റ കുട്ടികൾക്ക് ഇവിടെ ഈ ഒരു തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതിയിട്ട് ജയിച്ച വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. NIOSലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ക്ലോസിംഗ് ആണ്. ഓൺ ഡിമാൻഡിൽ സീറ്റ് വളരെ കുറവാണ്. സ്പോട്ട് രജിസ്ട്രേഷൻ ആണ്. സ്ട്രീം 2ലും നമുക്ക് തുടങ്ങിയിട്ട് 3 മാസമായി. സോ അതിലും നമുക്ക് സീറ്റ് കുറവാണ്. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ നോർമലി കുട്ടികളുടെയൊക്കെ എക്സാം ഫീ അടക്കുന്ന സമയം വരെ കഴിഞ്ഞു. ഇപ്പോൾ സ്ട്രീം 2ൻ്റെ മാത്രം ഗവൺമെൻറ് ഓപ്പൺ ആയി. ഇതൊക്കെ ഈ 2 ബാച്ചും വളരെ സൂൺ, വെരി സൂൺ ചിലപ്പോൾ ഒരു നാളെ മറ്റന്നാൾ തന്നെ അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് രണ്ടും നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് ഇപ്പം ഇന്ന് റിസൾട്ട് വന്ന കുട്ടികൾ ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി സ്ട്രീം 1 ആണെന്നുണ്ടെങ്കിൽ അതും ക്ലോസിംഗ് ആണ്. പക്ഷേ നമുക്ക് കുറച്ചുകൂടി സമയമുണ്ട്. ഒരു 15-20 ദിവസമൊക്കെ നമുക്ക് ഫൈൻ ഇല്ലാതെ തന്നെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇതിൽ 3 നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് കൺവീനിയൻറ്റ് നോക്കി നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറോട് വിളിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 3 കോഴ്സുകളിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളെ +2 സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സാംസ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരാൻ പറ്റും. അതിൻ്റെ ക്ലാസ്സുകൾ ഈ എക്സാം രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, ഈ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അത് എടുക്കാനുള്ള ക്രാക്ക് ചെയ്യാനുള്ള അതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് എടുത്തിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ മതി. നമ്മൾ വിജയിക്കും. നമ്മൾ കുട്ടികൾ ഇങ്ങനെ തന്നെയാണ് വിജയിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. സോ അത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട സയൻസ് പഠിച്ചു. സയൻസ് ഞാൻ എടുത്ത സാർ അലോട്ട്മെന്റിൽ വന്നപ്പോൾ എനിക്ക് സയൻസ് അടുത്തുള്ള സ്കൂൾ അതാ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ സയൻസ് എടുക്കുക താല്പര്യമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ കിട്ടിയത് അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയി. കൊമേഴ്സ് എടുത്തു, ഞാൻ അക്കൗണ്ടൻസി തോറ്റുപോയി. അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തു, ഹിസ്റ്ററി തോറ്റുപോയി. ഇങ്ങനെയൊക്കെയുള്ള കൺസേൺസ് ഉണ്ടാവും. അപ്പം ഇതിലിപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു സബ്ജക്ട് കോമ്പിനേഷനിൽ നിങ്ങൾ സയൻസിൻ്റെ കേസ് എടുത്തോളൂ. സയൻസിൽ ഇപ്പോൾ ഇംഗ്ലീഷും മലയാളം ജയിച്ചൊരു കുട്ടിയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കമ്പ്യൂട്ടർ സയൻസ് മാത്സ് ഒക്കെ തോറ്റു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ സയൻസിനെ മാറ്റിയിട്ട് ഹ്യൂമാനിറ്റീസിലോട്ട് വരാൻ പറ്റും. ഒരു കുഴപ്പമില്ല. പഠിച്ചത് സയൻസ് ആയതുകൊണ്ട് ഇനി അതിനെ പഠിക്കണം എന്ന് ഒരു നിർബന്ധമല്ല. നിങ്ങൾക്ക് ഈ ജയിച്ച ഇംഗ്ലീഷും മലയാളം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. എന്നിട്ട് 3 വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസിൻ്റെ സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി മാത്രം എഴുതിയ 3 വിഷയങ്ങൾ മാത്രം എഴുതിയിട്ട് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് സർട്ടിഫിക്കറ്റ് ആക്കാൻ പറ്റും. സോ +2 സയൻസ് നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ അബദ്ധവശാലൊക്കെ നിങ്ങൾ +2 സയൻസ് എടുത്തു പോയ കുട്ടികളുണ്ടെങ്കിൽ അത് മാറ്റണം എന്നുള്ള ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിലോട്ട് മാറാൻ പറ്റും. ഞാൻ പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി മാത്സ് ഒക്കെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. കുട്ടികൾക്ക് അത് അവരുടെ മേഖലയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ല മാർക്കൊക്കെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അത് വാക്കാം. ഇനി അതല്ല, ഫിസിക്സും കെമിസ്ട്രിയും ജയിച്ചു, തോറ്റത് ഇംഗ്ലീഷും മലയാളം ബയോളജിയാണ്. അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും ജയിച്ചു, ഇംഗ്ലീഷും മലയാളം ജയിച്ചു, തോറ്റത് ബയോളജി മാത്സും ആണ്. നിങ്ങൾ ഏതാ അപ്പോൾ ഒരു വിഷയം തോറ്റ കുട്ടികളോ 2 വിഷയം തോറ്റ കുട്ടികളോ 3 വിഷയം തോറ്റ കുട്ടികളോ 4 വിഷയം തോറ്റ കുട്ടികളോ ഇനി 5 വിഷയങ്ങളോ അല്ലെങ്കിൽ 6 വിഷയങ്ങളോ തോറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിച്ച 2 വിഷയങ്ങൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ 2 സബ്ജക്റ്റിന് എഴുതേണ്ട ആവശ്യമില്ല. ഫിസിക്സും കെമിസ്ട്രിയും ട്രാൻസ്ഫർ ചെയ്തു. പകരം നമുക്കിവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? ഇംഗ്ലീഷും മലയാളവും നമ്മൾ ബയോളജി അല്ലെങ്കിൽ മാത്സ് ഏതെങ്കിലും ഈ 3 വിഷയം മാത്രം എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് സയൻസ് സർട്ടിഫിക്കറ്റ് ആയി. സോ സയൻസിന് വേണമെന്ന് ആഗ്രഹം കുട്ടികളാണെങ്കിൽ ആ ജയിച്ച വിഷയങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. തോറ്റ വിഷയങ്ങൾ നമുക്ക് എഴുതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റ് ഒരു സയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നേടാൻ പറ്റും. ഇനിയിപ്പോൾ കൊമേഴ്സിലോട്ട് വരികയാണെങ്കിൽ അവിടെയും നമ്മൾ ഇംഗ്ലീഷും മലയാളം ജയിച്ചു എന്നുള്ള കുട്ടികൾക്ക് ഇനിയിപ്പോൾ കൊമേഴ്സ് വേണ്ട, ഹ്യൂമാനിറ്റീസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി എടുത്തിട്ട് നമുക്ക് ഹ്യൂമാനിറ്റീസിലോട്ട് മാറ്റാൻ പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. അതല്ല കൊമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അക്കൗണ്ടൻസി മാത്രം തോറ്റുപോയത് അക്കൗണ്ടൻസിയും ചിലപ്പോൾ എക്കണോമിക്സും തോറ്റുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇംഗ്ലീഷും ബിസിനസ്സും ട്രാൻസ്ഫർ ചെയ്തിട്ട് മലയാളം അക്കൗണ്ടൻസി എക്കണോമിക്സ് മാത്രം എഴുതാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ മലയാളം അക്കൗണ്ടൻസി പൊളിറ്റിക്സ് മാത്രമേ നിങ്ങൾക്ക് ഈ 2 വിഷയങ്ങൾ നമുക്ക് അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 3 വിഷയങ്ങൾ മാത്രം എഴുതാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഇത് ഞാൻ പറഞ്ഞ ഓൺ ഡിമാൻഡിലും സ്ട്രീം 2ലും സ്ട്രീം 1ലും ഒക്കെ നമുക്ക് ഈ 3 പാറ്റേൺ എക്സാം 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ കിട്ടുന്നതിലും 3 മാസം കൊണ്ട് കിട്ടുന്നതിലും 6 മാസം കിട്ടുന്നതിലൊക്കെ നമുക്ക് തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഈസിലി യൂട്ടിലൈസ് ചെയ്യാം. +2 തോറ്റ കുട്ടികൾക്ക് ഇത് ഈസിലി യൂസ് ചെയ്യാം. തോറ്റവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി സർട്ടിഫിക്കറ്റ് +2 എഴുതിയിട്ടില്ല, +2 എക്സാം എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1ാമത്തെ 2ാമത്തെ ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. +2 എഴുതാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ സ്ട്രീം 1 3ാമത്തെ ഓപ്ഷൻ 6 മാസത്തെ കോഴ്സ് മാത്രമേ +2 സർട്ടിഫിക്കറ്റ് തോറ്റ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺ ഡിമാൻഡും അതേപോലെ ഈ സ്ട്രീം 2 ഗവൺമെന്റ് എന്തിനാണ് കൊണ്ടുവരുന്നത് വെച്ചാൽ കേരള ബോർഡിനോ CBSE ബോർഡിനോ മറ്റുള്ള ഏത്
+2 ബോർഡുകളിൽ നിന്നും സബ്ജക്ട് കുട്ടികൾ തോറ്റുപോയി കഴിഞ്ഞാൽ അവരെ വർഷം നഷ്ടപ്പെടുത്താതെ ആ വർഷം തന്നെ അവർക്ക് ഡിഗ്രിക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇയർ തന്നെ അവർക്ക് +2 പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓൺ ഡിമാൻഡ് അല്ലെങ്കിൽ സ്ട്രീം 2 പോലത്തെ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു സപ്പോർട്ടാണ്, ഇതിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതി വിജയിക്കാൻ പറ്റും. മാത്രമല്ല ഇത് +2 ഒരു പ്രാവശ്യം എഴുതി തോറ്റവർക്ക് മാത്രമേ 1, 2 ഈ 2 ഓപ്ഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. പരീക്ഷ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രീം 1 6 മാസം കൊണ്ട് മാത്രമേ കുട്ടികൾ, ഇപ്പോൾ +1 മാത്രം പഠിച്ചു, +2 പഠിച്ചിട്ടില്ല, +1 മാത്രം പഠിച്ചു, +2 പഠിച്ചിട്ടില്ല എന്നുള്ള കുട്ടികളാണെങ്കിൽ അത് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഹ്യൂമാനിറ്റീസിലോട് വരികയാണെങ്കിൽ ഇവിടെ ഹിസ്റ്ററിയും പൊളിറ്റിക്സും തോറ്റു, ബാക്കിയൊക്കെ ജയിച്ചു എന്നുണ്ടെങ്കിൽ ആ ഹിസ്റ്ററിയും പൊളിറ്റിക്സും നമുക്ക് എഴുതാനുള്ള ഓപ്ഷന് കൂടെ മലയാളം കൂടെ എഴുതിയിട്ട് ഇംഗ്ലീഷും സോഷ്യോളജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 6 വിഷയങ്ങളൊന്നും പാസ്സാകേണ്ട ആവശ്യമില്ല, വെറും 5 വിഷയങ്ങൾ പാസ്സാകാൻ മതി. ഈക്വലാണ്. ഇപ്പം നമ്മൾ കേരള ബോർഡിൽ മാത്രമേ 6 സബ്ജക്ട്സ് ഒക്കെ വരും +2, പക്ഷേ 6 ആവശ്യമില്ല, 5 നമുക്ക് ഈക്വലൻസിക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ PSC കേരള PSC അല്ലെങ്കിൽ ഏത് ബോർഡുകൾക്ക് ഈക്വലൻസി കാണുന്നുണ്ടെങ്കിലും 2 ലാംഗ്വേജസ്, അതിൽ 1 ഇംഗ്ലീഷ് ആയിരിക്കണം, ഒരു സെക്കൻഡ് ലാംഗ്വേജും അതിൻ്റെ കൂടെ 3 ഐച്ഛിക വിഷയങ്ങൾ, 3 മെയിൻ സബ്ജക്റ്റ്, അത് മാത്രം മതി, നമുക്ക് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്, ലോകത്തെവിടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ +2 ഫെയിൽ ആയിട്ട് നിൽക്കുന്ന, എക്സാം റിസൾട്ട് വന്നിട്ട് ഫെയിൽ ആയിട്ടിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ മോന് അത് തോറ്റുപോയി, എൻ്റെ മോൾ അത് തോറ്റുപോയി, എന്താ ചെയ്യാൻ പറ്റുക സാറേ, ഒന്ന് തിരിച്ചു വിളിക്കും. എനിക്ക് അറിയാം നിങ്ങളുടെ വിഷമം എന്നറിയാം, പക്ഷെ ഒരുപാട് കുട്ടികൾ, എനിക്ക് ഒരു 200-300ഓളം കുട്ടികൾ ഇപ്പോൾ ഇതുവരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിരിച്ചു വിളിക്കാൻ പറ്റില്ല, നമ്മുടെ ടീം എല്ലാവരും കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. നമുക്ക് ഒരു കുട്ടിനെ കൺസൾട്ട് ചെയ്യാൻ, നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ള ആളുകൾക്ക് പക്ഷേ തോറ്റു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജയിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ അവസരങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോനെ കമൻറ്റ് ചെയ്തോളൂ. മാത്രമല്ല നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മക്കളെ വിളിച്ചോളൂ. ഈ 2 ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് സീറ്റ് വളരെ കുറവാണ്, ഡേറ്റ് കുറവാണ്. 3ാമത്തെ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു +2 എക്സാം ഫെയിൽ ആയ കുട്ടികൾ ഇനി നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ +2 കരസ്ഥമാക്കാം, +2 സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റും. ഒരു കുഴപ്പമില്ല, എവിടെയും നമ്മൾ തല എത്തേണ്ട ആവശ്യമില്ല. തല ഉയർത്തി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ഡിഗ്രിക്കോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലേക്കൊക്കെ പോകാൻ പറ്റും. 2025 തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റും. അപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്ത് +2 എക്സാം റിസൾട്ട് വന്ന് തോറ്റുപോയുള്ള കുട്ടികൾ വിഷമിക്കേണ്ട, നമുക്ക് അത് നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് അവസരങ്ങൾ വീണ്ടും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയി വരയ്ക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും താങ്ക് യു.